അഖിലേഷ് യാദവിന്റെ പ്രസ്താവന ഇപ്പോൾ ചർച്ചയാകുകയാണ്. മായാവതിയെ ഇന്ത്യൻ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ അഖിലേഷ് യാദവ് തയ്യാറാണെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു. BSP അധ്യക്ഷ മായാവതി മുതിർന്ന നേതാവാണ്. ഞങ്ങൾ എല്ലാവരും അവരെ ബഹുമാനിക്കുന്നു. ഞാനും ബഹുമാനിക്കുന്നു. മായാവതിക്കെതിരെ SP നേതാക്കൾ ഒന്നും പറയരുതെന്ന് ലക്നൌവിൽ SP നേതാക്കളുടെ ഒരു സുപ്രധാന യോഗത്തിൽ അഖിലേഷ് യാദവ് പറഞ്ഞു. BSPയെ ഇന്ത്യൻ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് BSPയുമായി ചർച്ച നടത്തുന്നുണ്ടെന്ന് സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് പറഞ്ഞു. BSP ഇന്ത്യ സഖ്യത്തിൽ ചേരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ലെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞതായി വൃത്തങ്ങളും അറിയിച്ചു. മായാവതിക്കെതിരെ ബല്ലിയയിൽ നൽകിയ പ്രസ്താവന തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും അഖിലേഷ് പറഞ്ഞു. മോദിയുടെ ഉറപ്പിന്റെ പോസ്റ്ററുകൾ എല്ലായിടത്തും ഉണ്ടെന്നായിരുന്നു എന്റെ പരാമർശം. ഇത്തരമൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആരാണ് ഗ്യാരണ്ടി എടുക്കുക എന്നത് തമാശയായി മാറി. ഞാൻ അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. BJPയെ ആരെതിർത്താലും സ്വാഗതം ചെയ്യുമെന്നും അഖിലേഷ് പറഞ്ഞു. UPയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസും SPയും ഡൽഹിയിൽ ചർച്ച നടത്തിയ സമയത്താണ് SP ദേശീയ അധ്യക്ഷന്റെ പ്രസ്താവന. യോഗത്തിൽ എല്ലാ സീറ്റുകളും ചർച്ച ചെയ്തതായി SPക്ക് വേണ്ടി യോഗത്തിൽ പങ്കെടുത്ത മുതിർന്ന നേതാവ് രാം ഗോപാൽ യാദവ് പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ സഖ്യത്തിന്റെ പുതിയ ചിത്രമാണ് UPയിൽ കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും മായാവതി ഇന്ത്യൻ സഖ്യത്തിൽ ചേരില്ലെന്നാണ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. മായാവതി തന്റെ ജന്മദിനമായ ജനുവരി 15-ന് ഇക്കാര്യത്തിൽ വലിയ പ്രഖ്യാപനം നടത്തുമെന്ന് വാർത്തകളും വരുന്നുണ്ട്. അതിനിടെ UPയിലെ സീറ്റ് വിഭജന വിഷയത്തിൽ ചൊവ്വാഴ്ച കോൺഗ്രസ് നേതാവ് മുകുൾ വാസ്നിക്കിന്റെ ഡൽഹിയിലെ വീട്ടിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ചർച്ചകൾ നടന്നു. ഈ കൂടിക്കാഴ്ച 10 മിനിറ്റ് മാത്രമേ നീണ്ടുനിന്നുള്ളൂ. എന്നാൽ എല്ലാം നല്ലതാണെന്നും വീണ്ടും കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാം ഗോപാൽ യാദവ് പറഞ്ഞു. BSP ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരുകയാണെങ്കിൽ 30ഓളം സീറ്റുകളിൽ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് സമാജ്വാദി പാർട്ടി.